എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കൽപ്പവൃക്ഷമായ തെങ്ങിനെക്കുറിച്ചാണ്. തെങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പല പല പ്രശ്നങ്ങൾ കൊണ്ട് തെങ്ങ് നമ്മുടെ വീടുകളിലെല്ലാം ഇല്ലാത്ത ഒരവസ്ഥ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം പരിഹാരം എന്ത് ചെയ്താൽ അത് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും എന്നാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പം ഒരു തെങ്ങ് നമ്മൾ നട്ട് ഒരുവിധം ആകുമ്പോൾ തൊട്ട് നമുക്കറിയാം പല 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 പ്രശ്നങ്ങൾ, രോഗങ്ങളും കീടങ്ങളും ഇല്ലേ. അപ്പോൾ ഇന്ന് നമ്മളുടെ തെങ്ങുകൾക്ക് ഏറ്റവും നാശം വരുത്തുന്ന ഒന്നാണ് ചെല്ലികൾ, അതായത് കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും. കൊമ്പൻ ചെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനോസറസ് ബീറ്റിൽ, അഥവാ അവ വലിയ നാശകാരികളാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് മുട്ടയിടുന്നത് എവിടെയെങ്കിലും നമ്മൾ കുറച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കുക, അതല്ലെങ്കിൽ ചാണകക്കുഴി അങ്ങനെയുള്ളിടത്താണ് സാധാരണയായിട്ട് ഈ കൊമ്പൻ ചെല്ലികൾ മുട്ടയിടുന്നത്. എന്നിട്ട് അത് ശരിക്കും ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാണകം നമ്മൾ പലരും കൊണ്ടുപോയി നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടിടും. ഈ തെങ്ങിൻ ചോട്ടിൽ കൊണ്ടിടുമ്പോൾ അതിനകത്ത് മുഴുവൻ കൊമ്പൻ ചെല്ലിയുടെ മുട്ടയായിരിക്കും. ആ മുട്ടകൾ മെച്ചുറായി, അതായത് പറന്നു പോകുന്ന പ്രായമാകുമ്പോൾ അതുങ്ങൾ നോക്കുമ്പോൾ തന്നെ തെങ്ങ് നന്നായി നിൽക്കുന്നുണ്ട്. അത് അടിയിൽ കൂടി തുളച്ച് അതിൻ്റെ ഈ കൊമ്പുകൾ ഭയങ്കര ഷാർപ്പാണ്. അതുകൊണ്ട് തന്നെ അത് കൊമ്പുകളിൽ കൂടി അടിയിൽ നിന്ന് പറിച്ച് നമ്മളുടെ തെങ്ങുകളെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇത്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ചാണകം ഡയറക്റ്റ് ഒരിക്കലും കൊണ്ട് തെങ്ങിൻ ചോട്ടിൽ ഇടരുത്. നമുക്ക് ഇടണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിടുക, അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ കൂടെ കുറച്ച് വേപ്പൻ പിണ്ണാക്ക് മിക്സ് ചെയ്തിടുക. ഇല്ലെങ്കിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ കൊമ്പൻ ചെല്ലികളുടെ മുട്ട അതിനുണ്ടാവുകയും അതോടൊപ്പം തന്നെ അവ വിരിഞ്ഞു വരുന്ന കൊമ്പൻ ചെല്ലികൾ നമ്മുടെ തെങ്ങുകളെ ആക്രമിക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പം അടുത്തത് എന്താണ്? ചെമ്പൻ ചെല്ലി. അവരാണ് പ്രശ്നക്കാർ. ചെമ്പൻ ചെല്ലികൾ എന്ന് പറയുമ്പോൾ കൊമ്പൻ ചെല്ലിയുടെ അത്രയും തന്നെ വലിപ്പമില്ല. അത് ശരിക്കും ഒരു ചുമന്നിരിക്കും, ചുമന്നിട്ട് അതിനകത്ത് ബ്ലാക്ക് ഡോട്ട്സ് ആയിട്ടാണ് അത് കാണപ്പെടുന്നത്. എല്ലാവരും കണ്ട് കാണില്ല. കാരണം ഈ കൊമ്പൻ ചെല്ലിയെപ്പോലെ അത്രയ്ക്ക് ഇതിനെ കാണാൻ പറ്റില്ല. ഇത് തെങ്ങിൻ്റെ ഉള്ളിൽ കാണ്ഡഭാഗത്തിലാണ് ഇവ വസിക്കുന്നത്. അവിടെ നുളഞ്ഞ് കയറി അവിടെ വന്ന് മുട്ടയിടും. ആ മുട്ടയിടുന്ന മുട്ടകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300 മുതൽ 400 മുട്ട വരെ ഒറ്റ ട്രിപ്പിൽ അവ ഇടും. ഇത് വിരിഞ്ഞുള്ള പുഴുക്കളുണ്ട്. ഈ പുഴുക്കൾ ഈ കാണ്ഡഭാഗമാണ് തിന്നുന്നത്. മറ്റേ കൊമ്പൻ ചെല്ലിയുടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ജൈവാംശത്തിൽ പോയി മുട്ടയിട്ട് ആ ജൈവാംശം തിന്നാണ് ആ പുഴുക്കൾ വളരുന്നത്. പക്ഷേ ചെമ്പൻ ചെല്ലിയുടെ മുട്ട ഇവിടെ ഈ കാണ്ഡഭാഗത്ത് തെങ്ങിൻ്റെ അവിടെ ഇടുകയും ആ ഭാഗം മുഴുവനും അതുങ്ങൾ തിന്ന് അത് നശിപ്പിച്ച് ആ തെങ്ങിനെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിന് ഒരു പ്രശ്നവും ഇല്ലായിരിക്കും. പക്ഷേ അതിൻ്റെ ഉൾഭാഗം മുഴുവൻ തുരന്ന് തിന്ന് അത് പൊള്ളയായിരിക്കുന്ന സമയത്ത് അതിൻ്റെ തല മറിഞ്ഞു പോകും. മനസ്സിലായോ? പക്ഷേ നമുക്ക് പെട്ടെന്നൊന്നും അത് മനസ്സിലാവില്ല. അതാണ് ഇപ്പോഴത്തെ ഇത് കണ്ടരുമാനം പെറ്റ് പെരുകിയിട്ടുണ്ട്. ശരിക്കും ചെമ്പൻ ചെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ പ്രാണികളെയൊക്കെ നമുക്ക് പിടിക്കുന്ന പല ഉപ്പൻ അങ്ങനത്തെ പല പല പക്ഷികളുണ്ട്. ഇവയൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അത് ആഴത്തിൽ പോകും. പോയിട്ട് അവിടെ വന്ന് മുട്ടയിടുന്നതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പല, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള പല പക്ഷികളും നമ്മുടെ ഈ ഇൻസെക്റ്റുകളെ തിന്ന് നശിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കാനായിട്ട് ഇൻസെക്റ്റുകൾക്കും നമ്മുടെ പക്ഷികളൊന്നും പറ്റുന്നില്ല. ആകെയുള്ളൊരു അതിലേറ്റവും പ്രധാനമാണ് SPCയുടെ ഹോമിയോഗ്രഫി. അപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ നമ്മുടെ തെങ്ങുകളിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരനായിരിക്കുന്നത് ഈ ചെല്ലി. അടുത്തത് വേരുപുഴുക്കളുണ്ട്. വേരുപുഴുക്കൾ എന്ന് പറഞ്ഞാൽ വേരിനെ മുഴുവൻ തിന്ന് നശിപ്പിച്ച് ചെടിക്ക് നല്ല രീതിയിൽ ഒട്ടും തന്നെ വളമോ വെള്ളമോ എടുക്കാൻ പറ്റാത്ത രീതിയിൽ വേരിനെ നശിപ്പിക്കുന്ന വർഗ്ഗങ്ങളാണ് വേരുപുഴുക്കൾ. അടുത്തത് പൂങ്കുലച്ചാഴികളുണ്ട്. പൂങ്കുലച്ചാഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൂങ്കുല ഉണ്ടായി അത് ഒരു കുഞ്ഞു വെള്ളക്കയായിട്ടിരിക്കുമ്പോൾ അതിൽ ചെന്ന് അതിൻ്റെ നീരൂറ്റി, ആ വെള്ളക്കയുടെ നീരൂറ്റി കുടിച്ച് അതിനെ നശിപ്പിച്ച് അത് താഴേക്ക് വീഴുന്ന ഒരു വർഗ്ഗമുണ്ട്. അടുത്ത ഒന്നാണ് മണ്ടരി. മണ്ടരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാട്ടാ. 1 സെൻറ്റിമീറ്ററിൻ്റെ മുതൽ 14 ദിവസം വരെ അത് ജീവിക്കത്തുള്ളൂ. പക്ഷേ ആ സമയം കൊണ്ട് അത് നമ്മുടെ തെങ്ങുകളുടെ കണ്ടിട്ടുണ്ടാവില്ല മുഴുവനും നീരൂറ്റി കുടിച്ച് തേങ്ങയെയും അതോടൊപ്പം തന്നെ ചകിരിയെയും മുഴുവൻ നീരൂറ്റി കുടി വളരത്തില്ല. കുഞ്ഞായിട്ടിരിക്കും തേങ്ങ. അത് മണ്ടരിയാണ്. അടുത്തത് ഒരെണ്ണമാണ് പൂങ്കുലപ്പുഴു. പൂങ്കുലപ്പുഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഒരു പൂങ്കുല ഉണ്ടായി കഴിഞ്ഞിട്ട് ആ പൂങ്കുല ആ തെങ്ങിൽ തന്നെ ഉണങ്ങി നിൽക്കും.
പൊഴിഞ്ഞു പോകാതെ ഉണങ്ങി നിൽക്കുക. അതൊരു തരം പ്രത്യേകതരം പുഴുക്കളാണ്. ആ പുഴുക്കൾ അവിടെ വന്ന് അതിൻ്റെ ആ നീര് മുഴുവൻ വലിച്ചു കുടിച്ച് അതിനെ നശിപ്പിച്ച് കളയും. പൂങ്കുലപ്പുഴുക്കൾ. ഇങ്ങനെ പോകുന്ന പലതരം കീടങ്ങൾ, ചെടിയെ ആക്രമിക്കുന്ന കീടങ്ങളുണ്ട്. അടുത്തത് രോഗങ്ങളുണ്ട്, പലതരം രോഗങ്ങളുണ്ട്. ഏറ്റവും നമുക്ക് ഈ മുഴുവനും നശിപ്പിക്കുന്ന ഒന്നാണ് കാറ്റുവീഴ്ച. അടുത്തത് ചെന്നീരൊലിപ്പ്. കാറ്റുവീഴ്ച എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. തെങ്ങിൻ്റെ ഈ ഓലകളുടെ വലിപ്പം കുറഞ്ഞിട്ട് എല്ലാം ഒറ്റ കായ പിടിക്കത്തില്ല, ഇങ്ങനെ വീതിയും കുറഞ്ഞ് ഇങ്ങനെ വരും. ഇത് ഒരു പ്രശ്നമായിട്ട് അത് അങ്ങനെയാണ് കാറ്റുവീഴ്ച. കാറ്റുവീഴ്ച ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ മറ്റതിലേക്കെല്ലാം വന്ന് നശിപ്പിക്കും. അത് പിന്നെ ഒരുപാട് ശൈലി വൈറസാണ്. വൈറസ് ആയതുകൊണ്ട് തന്നെ അതിനിപ്പോൾ പ്രത്യേകിച്ചൊരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചില്ല. എന്നാൽ നമ്മുടെ SPC ഹോമിയോ അഗ്രോ കെയർ കൊണ്ട് ഇത് ക്യൂർ ആകുന്നുണ്ട്. അടുത്തത് നമുക്ക് വരുന്നതാണ് ചെന്നീരൊലിപ്പ്. ചെന്നീരൊലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെങ്ങിൻ്റെ തടിയിൽ നിന്ന് ഒരു സെക്രീഷൻ, ഒരു ചുമപ്പ് ബ്രൗണും കൂടിയ ഒരു ജെല്ല് പോലെ ഒന്ന് ഇങ്ങോട്ട് അത് ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ചെന്നീരൊലിപ്പ്. പിന്നെ അടുത്തതാണ് കൂമ്പ് ചീയൽ. കൂമ്പ് ചീയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് ഏറ്റവും കൂടുതൽ അതിനെ എഫക്റ്റ് ചെയ്യുന്നത്. അത് ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന ഒരു ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. അത് നമ്മൾ തെങ്ങിൻ്റെ കൂമ്പിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ അതിങ്ങനെ ഇറങ്ങിപ്പോരുകയും അത് ദുർഗന്ധത്തോടെ ഇരിക്കുന്ന ഒരു രോഗം. അല്ലാത്ത അവസ്ഥ, അതായത് ശക്തമായ വേനൽക്കാലത്ത് ആ ഫൈറ്റോഫ്തോറ ഒരു അതിൻ്റെ സ്പോറുകൾ ഒരു സുപ്താവസ്ഥയിൽ അവിടെ തന്നെ ഇരിക്കും. ഇതിൻ്റെ ഈ അതിന് പറ്റിയ ഒരു കാലാവസ്ഥ വരുമ്പോൾ അത് വലുതായി വളർന്ന് അത് നമ്മുടെ തെങ്ങിനെ നശിപ്പിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് തെങ്ങുകളിൽ വരുന്ന രോഗങ്ങൾ. അപ്പോൾ ഈ രോഗങ്ങൾ പലതുണ്ടെങ്കിലും പല പ്രശ്നങ്ങളും നമ്മൾ വിചാരിച്ചിരിക്കുന്ന രോഗങ്ങളാണെന്ന് കരുതിയിരിക്കുന്നത് പല ന്യൂട്രീഷ്യൻസിൻ്റെയും ഡെഫിഷ്യൻസി ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും തെങ്ങുകളിലൊക്കെ വേണ്ട ഏറ്റവും ആവശ്യമുള്ള ഒരു മൂലകം. ഇത് നമ്മൾ തെങ്ങുകളിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറം മടലുകളുടെ ഓലയും ഈർക്കലിയും ഒക്കെ മഞ്ഞളിച്ച് ഏറ്റവും അടിഭാഗത്തെ, അതാണ് അതിൻ്റെ ലക്ഷണം. അത് നമ്മൾ അങ്ങനെ ഒരുപാട് ഏറ്റവും അടിഭാഗത്തെ ഓലകൾ മാത്രം മഞ്ഞളിച്ച് നിൽക്കുന്ന ഒരവസ്ഥ കാണുവാണെങ്കിൽ അത് നൈട്രജൻ്റെ ഡെഫിഷ്യൻസി. അടുത്തത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാഥമിക മൂലകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. അടുത്തത് ഫോസ്ഫറസിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓരോന്നിൻ്റെ ഡെഫിഷ്യൻസി നമ്മൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓലകളിൽ ഒരു പർപ്പിൾ നിറമായിട്ട് കാണപ്പെടുന്നു. അതാണ് അതിൻ്റെ ഡെഫിഷ്യൻസി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ട്, ധാരാളം ഉണ്ട്. പക്ഷേ അത് എടുക്കാൻ പറ്റിയ പല അവസ്ഥയിലായിരിക്കത്തില്ല. അതിന് നമ്മൾ പലപ്പോഴും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. എങ്കിലും നമുക്ക് ഇത് അധികം ഡെഫിഷ്യൻസി കാണാറില്ലെങ്കിലും ഉള്ളത് തന്നെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളുടെ ഇത്. അതിനാണ് നമ്മൾ ഫോസ്ഫോസ് സൊല്യൂബിലൈസിങ് ബാക്ടീരിയകളൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെങ്ങിൽ ഏറ്റവും കൂടുതൽ വേണ്ട മൂലകമാണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടാനും എല്ലാം ഏറ്റവും വേണ്ടത് പൊട്ടാസ്യമാണ്. അതായത് അത് നമ്മൾ അതിൻ്റെ ഡെഫിഷ്യൻസി കാണുന്ന ഒരു ഓറഞ്ച് നിറം അരികിൽ ഒരു ഓലയുടെ അരികിൽ ഒരു ഓറഞ്ച് നിറം തുടങ്ങി പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചില സ്പോട്ട് പോലെ കുത്തുകൾ വന്ന് കരിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയാണ് പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി. അതോടൊപ്പം തന്നെ ഈർക്കിൽ മാത്രം നല്ല പച്ച നിറമായിട്ടിരിക്കും. അങ്ങനെ നമുക്ക് ഇതൊക്കെ നമ്മൾ ഓരോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് തെങ്ങിൽ ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡെഫിഷ്യൻസി ആണോ അതോ പിന്നെ അതിൻ്റെ രോഗമാണോ അതോ കീടമാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് നോക്കിയേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അറിയാം മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല വെയിലൊക്കെ ഉള്ള സമയത്തും ഈ ഓലകളിൽ മുഴുവനും മഞ്ഞ നിറമായിരിക്കും. മഞ്ഞളിപ്പ് സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന സ്ഥലത്തെല്ലാം മറ്റ് ഭാഗത്തെല്ലാം പച്ചയായിരിക്കും. അതാണ് പ്രധാനമായിട്ട് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി. പിന്നെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം മണ്ടയടഞ്ഞു പോകും ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പുതിയ കൂമ്പ് വരാത്ത ഒരവസ്ഥ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലകൾക്ക് ബലക്കുറവാണ്. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഓല പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കും.
നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം പെട്ടെന്ന് ഓലകൾ ഒടിയുന്ന അവസ്ഥ വരുന്നത്. പിന്നെ അടുത്തത് സൾഫറിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം കൊപ്രയൊക്കെ ഒരു റബ്ബർ ഷീറ്റ് പോലെ, ശരിക്കും അതിനകത്ത് നമ്മൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബലം കൊടുക്കുമ്പോൾ തന്നെ ഒരു റബ്ബർ ഷീറ്റിൻ്റെ പോലെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് സൾഫർ. അപ്പോൾ ഇതെല്ലാം ഓരോ മൂലകങ്ങളുടെ കുറവ് കൊണ്ടും ചെടികളിൽ വരുന്നു. പലരുടെയും വിചാരം ഈ മൂലകങ്ങൾ കുറവ് കൊണ്ടുള്ളത് രോഗമാണെന്നാണ്. പിന്നെ നമുക്ക് സൂക്ഷ്മ മൂലകങ്ങളാണ് ഞാൻ പറഞ്ഞു. ഇപ്പം നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ബോറോണിൻ്റെയും സൾഫറിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഒക്കെ പറഞ്ഞത് നമുക്കറിയാം. ആദ്യമേ പ്രാഥമിക മൂലകങ്ങളും ദ്വിതീയ മൂലകങ്ങളും. അടുത്തത് വരുന്നതിന് സൂക്ഷ്മ മൂലകങ്ങളിലെ ഏറ്റവും നമുക്ക് ഡെഫിഷ്യൻസി കാണിക്കുന്നത് ബോറോണാണ്. ബോറോണിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലകളൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച്, അതായത് ഓരോന്നിനും ഓരോ സെപ്പറേഷൻ ഇല്ല, വിരിയാതെ ഓലകൾ കൂടിച്ചേർന്നിരിക്കുന്ന ഒരവസ്ഥ. അതോടൊപ്പം തന്നെ ഈ പേട് തേങ്ങ എന്ന് പറയും, ആ ഉള്ളില്ലാത്ത തേങ്ങകൾ ഉണ്ടാകുന്ന അവസ്ഥ. അതുപോലെ തന്നെ തേങ്ങയുടെ തോടിൽ വിള്ളൽ കാണുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഒരു കൊലയിൽ തന്നെ വലിയ തേങ്ങയും ചെറിയ തേങ്ങയും, ഹെൻ ആൻഡ് ചിക്സ് എന്നാണ് ആ രീതിക്ക് പറയുന്നത്, അങ്ങനെ വരിക. അതോടൊപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തേങ്ങയാണെങ്കിൽ തന്നെ അത് വിണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇതെല്ലാം ബോറോണിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ബോറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു സൂക്ഷ്മ മൂലമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെങ്ങിന് ഒരു വർഷത്തേക്ക് 160 ഗ്രാം ബോറോൺ വേണം. അത് 2 തവണയായിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾ ഒരു കാരണവശാലും ബോറോൺ ഡയറക്റ്റ് കൊടുക്കാൻ പാടില്ല. നമ്മളുടെ ജൈവ വളത്തിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ ചാണകത്തിൻ്റെ കൂടെയോ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് ബോറേറ്റ് ആയിട്ട് ഇവോപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമ്മുടെ തെങ്ങുകളെ ഇപ്പോൾ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇനിയിപ്പം നമുക്ക് തെങ്ങുകളിൽ വരുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പരിഹാരമാണ് നമ്മുടെ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹോമിയോ മെഡിസിനാണ്. പലരുടെയും വിചാരം ഇതൊരു വളമല്ല, ഇതൊരു ജസ്റ്റ് ഒരു മെഡിസിൻ. ഈ മെഡിസിൻ നമ്മൾ തെങ്ങുകളിൽ ഉപയോഗിക്കുന്നത് മൂലം തെങ്ങുകളിലുള്ള വരുന്ന ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അതായത് SPC ഹോമിയോ അഗ്രോ കെയർ എന്ന് പറയുന്നത് ഒരു 40 മെഡിസിൻസിൻ്റെ കോമ്പൗണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് 40 പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും കൂടിയാണ്. ഒരു തെങ്ങിലുള്ള 40 പ്രശ്നങ്ങളുടെ പരിഹാരം കൂടിയാണ് ഈ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ. അതായത് ഏതാണ്ട് ഒരു 35 വർഷങ്ങളായിട്ട് ഒരു ചെടികളിൽ നടത്തിയ റിസർച്ചിൻ്റെ ഫലമായിട്ട് കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റ് കൂടിയാണ് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ. അപ്പം ഒരു ചെടിയുടെ വലിപ്പം അനുസരിച്ച് ഏത് സ്റ്റേജിലും, അതായത് തുടക്കം മുതൽ ഏറ്റവും അവസാനം വരെ നമുക്ക് ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്ന രീതിയിൽ മാത്രം വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തെങ്ങിന് ഉപയോഗിക്കുന്ന രീതി ആയിരിക്കില്ല ഫലവൃക്ഷങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ, അതായത് ഉപയോഗിക്കേണ്ട ഇതിൻ്റെ ക്വാണ്ടിറ്റി അത് കൂടാൻ പാടില്ല, ഇൻ്റർവെല്ലിൽ കൂടാൻ പാടില്ല. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഈ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ കൊടുത്തതുകൊണ്ട് ഒരു ചെടിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 40 മരുന്നുകളുടെ കോമ്പിനേഷനാണ്. ഈ മരുന്ന് ഒരു ചെടിക്ക് കൊടുക്കുന്നത് മുഖേന ആ ചെടിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ, അതായത് ഒരു സന്ദേശം ചെടികൾക്ക് കൊടുക്കാനുള്ള പ്രാപ്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ചെടിയിൽ എന്താണ് വേണ്ടത്, ഒരു ചെടിക്ക് ഇപ്പം എന്തെങ്കിലും ഡെഫിഷ്യൻസി ആണോ, അതല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും രോഗമാണോ, അതല്ലെങ്കിൽ കീടമാണോ, അതിനൊക്കെ എന്തിനെയാണേലും അത് ചെറുക്കാനുള്ള സന്ദേശം കൊടുക്കുവാനായിട്ട് നമുക്ക് ഈ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നത്. അപ്പം നമുക്ക് ഇതുകൊണ്ടുള്ള 40 പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഏതാണ് എന്ന് ഓടിച്ച് നോക്കാം. ഒന്നാമത്തെ പ്രശ്നം നമുക്കറിയാം, പല തെങ്ങുകളുടെയും വേരുകൾ വളരാതെ മുരടിച്ചിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ചെടി വളരൂല, മാത്രമല്ല നല്ല രീതിയിലുള്ള കായ്ഫലം കിട്ടൂല. മനസ്സിലായോ? അപ്പം ഒരു ചെടിയിൽ നല്ല രീതിയിൽ, ചെടിയെന്ന് ഞാൻ ഏത് ചെടിക്കും പറ്റും, പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ തെങ്ങിൻ്റെ കാര്യമാണ്. അപ്പോൾ തെങ്ങിൽ
നല്ല രീതിയിലുള്ള വേര് വരാൻ, പുറ്റുപോലെയുള്ള വേര് വരാനായിട്ട് നമ്മുടെ SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. രണ്ടാമത് നമുക്ക് കിട്ടുന്ന എല്ലാ ന്യൂട്രീഷ്യൻസിനെയും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ, പല ന്യൂട്രീഷ്യൻസും പലപ്പോഴും മണ്ണിൽ തന്നെ ഉണ്ടെങ്കിൽ പോലും അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനെ എല്ലാ ന്യൂട്രീഷ്യൻസിനെയും ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്ന നമ്മൾ SPC ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നത് മൂലം. അടുത്തത് സാപ്പ് ബാലൻസിങ്. അപ്പോൾ സാപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനുഷ്യ ശരീരത്തിലെ രക്തം പോലെ തന്നെ ചെടികളിലുള്ള ഒരു നീരാണ്. ശരിക്കും സാപ്പിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഗ്ലൂക്കോസ്, അതായത് പഞ്ചസാര, വെള്ളം, പോഷണങ്ങൾ. സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരമുണ്ട്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? ചെറുപ്പകാലത്ത് നമ്മൾ സൈലം, ഫ്ലോറം കേട്ടിട്ടുണ്ടാവും നമുക്ക് ചെറുപ്പം. ഇത് സൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരുകളിലുള്ള ആ സാപ്പാണ്. അത് സൈലം സാപ്പ് എന്ന് പറയും. അത് വേരുകളിൽ കൂടി ചെടികളിലേക്ക് വേണ്ട എല്ലാ ചെടികളുടെ മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം ആഹാരവും പോഷണങ്ങളും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ പഞ്ചസാരയെല്ലാം എത്തിക്കുന്ന അതാണ് ആ സാപ്പാണ് സൈലം സാപ്പ്. അത് പറഞ്ഞാൽ ഫ്ലോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ ആഹാരം പാചകം ചെയ്യുന്ന ആഹാരത്തെ ചെടിയുടെ മറ്റ് മുഴുവൻ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതാണ് ഫ്ലോറം. അപ്പം ഈ സൈലം, ഫ്ലോറം സാപ്പുകളുടെ ബാലൻസ് ചെയ്യുന്നത്, അതായത് അത് ചെടികൾക്ക് വേണ്ട രീതിയിലാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ഈ SPC ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. പിന്നെ ഒരു ചെടിയിൽ നല്ല ചൂടാവുമ്പോഴോ അതല്ലെങ്കിൽ നല്ല വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നല്ല മഴയായിരിക്കുമ്പോഴോ ചെടിക്ക് ഒരു സ്ട്രെസ് ഉണ്ടാവും. കാലാവസ്ഥാ വ്യതിയാനം മൂലമോ അതല്ലെങ്കിൽ ഒരു ചെടിയെ കീടങ്ങൾ വന്ന് കടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ രോഗം വരുമ്പോഴോ എല്ലാം ചെടിക്കൊരു സ്ട്രെസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് നമ്മുടെ SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധ്യമാകുന്നു. അടുത്തത് ഇപ്പം നമ്മൾ ഈ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഒരു ചെടിയിലേക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ശക്തിയേറിയ ഇലകളും തണ്ടുകളും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഓരോ മെഡിസിൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു 40 മെഡിസിൻസിൻ്റെ കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ ഓരോ മെഡിസിൻസും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. പിന്നെ അടുത്തത് ഒരു ചെടിയിൽ നല്ല രീതിയിൽ പൂക്കാനായിട്ട് നമ്മൾ ഈ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധ്യമാകുന്നു. അതോടൊപ്പം തന്നെ ചെടികൾക്ക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനായിട്ട്, അതായത് ഒരു നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷിയോടെ വളരാനായിട്ട് നമുക്ക് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ ഇല്ലാതാക്കാൻ, അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം അസുഖങ്ങൾ വരാതിരിക്കും സാധിക്കുന്നു. പിന്നെ സോയിൽ ലൈഫ് ആക്ടിവേഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു ചെടികൾക്ക് വേണ്ട 14 മൂലകങ്ങളും വേണ്ട രീതിയിൽ ചെടികൾക്ക് എടുക്കാൻ സാധിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു സാപ്പ് എന്ന് പറഞ്ഞു, സാപ്പിലൂടെ ചെടികളുടെ വേരിലുള്ള സൈലത്തിലൂടെ ഒരു ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളെയും മണ്ണിൽ നിന്ന് എടുക്കുവാനായിട്ട് നമ്മുടെ ഈ SPC ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നത് കൊണ്ട് സാധ്യമാകും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 40 ഗുണങ്ങളിലെ ഓരോ മെഡിസിൻസിൻ്റെയും ഓരോ ഗുണങ്ങളാണ്. ഈ ഓരോ ഗുണങ്ങളും ചേർന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും ഉപ്പ് കൂടിയ മണ്ണൊക്കെ ആവും, ഉപ്പ് കൂടിയ വെള്ളവും ഉപ്പ് കൂടിയ മണ്ണും ഇല്ലേ? അപ്പോൾ അതുപോലത്തെ മണ്ണിൽ ഒരിക്കലും ചെടിക്ക് നല്ല രീതിയിൽ വളം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ ഉപ്പ് കൂടിയ മണ്ണിൽ നിന്ന് പോലും വളത്തെ വലിച്ചെടുക്കാനായിട്ട് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ച ചെടിക്ക്, അതല്ലേ നമ്മളിപ്പോൾ പറയുന്നത് തെങ്ങിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രശ്നം നമുക്കിപ്പം ഈ ഏലത്തിനൊക്കെ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ്. കാരണം ഏലത്തിനെയൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തണ്ട് തുരപ്പൻ അല്ലേ, ഫ്യൂസേറിയം, അതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇത് ഉപയോഗിച്ചത്. അതായത് ഇവർ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ 1/3 പോർഷനിൽ മിസ്റ്റ് രൂപത്തിൽ സ്പ്രേ ചെയ്ത് പൊക്ക പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ കണ്ട റിസൾട്ടാണ്. നമുക്ക് അതിനകത്ത് തണ്ട് തുരപ്പൻ്റെ ഉപദ്രവമേ കാണുന്നില്ല, ഫ്യൂസേറിയം കാണുന്നില്ല. ഇതൊക്കെ പലരും ഭയങ്കര കൂടിയ കെമിക്കൽസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നുമില്ല. കൺട്രോൾ ചെയ്യാതെ ഇരുന്ന സാധനത്തിലാണ് നമ്മൾ ഇത് മാത്രം 20 ദിവസം കൂടുമ്പോൾ വെറും 2 ഗ്രാം വളരെ മിസ്റ്റ് രൂപത്തിൽ 1/3 പോർഷനിൽ സ്പ്രേ ചെയ്തപ്പോൾ കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണിൽ
പലതരം ഉപകാരികളായ ജീവാണുക്കളുണ്ട് ഇല്ലേ. നമ്മളത് പലപ്പോഴും അസോസ്പൈറിലം, അസിറ്റോബാക്ടർ, അതുപോലെ റൈസോബിയം, അങ്ങനെ നമുക്ക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, ഫോസ്ഫേറ്റ് സൊല്യൂബിലൈസിങ് ബാക്ടീരിയ, അതായത് പൊട്ടാഷ്യം മൊബിലൈസിങ് ബാക്ടീരിയ, അങ്ങനത്തെ പല നമുക്ക് ഉപകാരമുള്ള ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. ഇതെല്ലാം ആ മണ്ണിൽ, നമ്മൾ ഇത് കൊടുക്കുന്ന മണ്ണിൽ നല്ല രീതിയിൽ വേരുകളുമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. വളരുന്നൊന്നുമല്ല, മണ്ണിൽ വളരുമല്ല, അവ ഈ ഇത് കൊടുക്കുന്ന വേരുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, പെട്ടെന്ന് പ്രവർത്തിക്കും. പിന്നെ അതുപോലെ തന്നെ മണ്ണിൽ പലതരത്തിലുള്ള ധാതുക്കളെ വലിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു ശക്തി കിട്ടുന്നു ഇത് കൊടുക്കുന്നത് കൊണ്ട്. അപ്പം ഈ എല്ലാ മണ്ണാണെങ്കിൽ ധാതുക്കളെ വലിച്ചെടുക്കുന്ന ഇത് വളരെ കുറവായിരിക്കും. പക്ഷേ ആ മണ്ണിലാണെങ്കിൽ പോലും നമ്മൾ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വലിച്ചെടുക്കുവാനുള്ള ഒരു ശക്തി കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെസ്സ്, അതായത് ശക്തമായ ചൂടാണെങ്കിലോ അല്ലെങ്കിൽ ശക്തമായ തണുപ്പാണെങ്കിലോ അതിൻ്റെ സമ്മർദ്ദം മൂലം ചെടികൾക്കുണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സിനെ അതായത് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ചെടികൾക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെ കുറയ്ക്കുവാനായിട്ട് SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒരു ചെടീനെ പലതരത്തിലുള്ള കീടങ്ങൾ ആക്രമിക്കാറുണ്ട്. ഈ കീടങ്ങൾ ആക്രമിക്കുമ്പോൾ ചെടിക്ക് സ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ ചെല്ലി കുത്തിയുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പശു അല്ലെങ്കിൽ ഒരു ആട് വന്ന് ഇതിനെ നശിപ്പിച്ചു, അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും അങ്ങനെയുള്ള സ്ട്രെസ് ഉണ്ടായിരിക്കുന്ന സമയത്ത് പോലും ഈ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ചെടിയിലെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ആക്ച്വലി ഈ ഹോമിയോ നോക്കുമ്പോൾ ഭയങ്കര കല്ല് പോലെ ഇരിക്കും, അതായത് വേരോട്ടം കാണത്തില്ല, കല്ല് പോലെ ഇരിക്കുന്നതുകൊണ്ട്. അതായത് ജൈവാംശം കുറഞ്ഞതോ അതല്ലെങ്കിൽ നല്ല പാറ കൂടിയോ ഒക്കെ മണ്ണ് ആണെങ്കിൽ കല്ല് പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ മണ്ണിൽ വേരുകളുടെ ചലനത്തെ മെച്ചപ്പെടുത്തുന്നു. അതായത് വേരുകൾ അതിൻ്റെ ഇടയിൽ കൂടി പെട്ടെന്ന് കീറി വളം വലിച്ചെടുക്കാനായിട്ടുള്ള ശക്തി കിട്ടുന്നു. അതോടൊപ്പം തന്നെ പല ചെടികളും, നമ്മളിപ്പോൾ ഒരു കറിവേപ്പ് കൊണ്ടുവന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അറിയാം, അത് പെട്ടെന്ന് അതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞ് അത് ഒരു കോല് പോലെ ആ തണ്ട് മാത്രമായിട്ട് നിൽക്കുന്ന അവസ്ഥ എല്ലാവർക്കും അനുഭവപ്പെടും. അതിപ്പം ഏത് ചെടിയാലും, കറിവേപ്പാണേലും അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളാണേലും ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ട് നടുമ്പോൾ ആ ചെടിക്കൊരു സ്ട്രെസ് ഉണ്ടെന്നുള്ളതാണ്. ആ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് അത് നമ്മൾ ഈ SPC കൊണ്ട് ഒരു ചെടി നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിനെ 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ SPC ഹോമിയോ അഗ്രോ കെയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിസ്റ്റ് രൂപത്തിൽ സ്പ്രേ ചെയ്ത് വെക്കുക. അതിനുശേഷം അതുകൊണ്ട് നടുക. ആക്ച്വലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറ്റ ഇലകളും പൊഴിയുന്ന അവസ്ഥ വരത്തില്ല. പിന്നെ ആ ഇലയോ ആ ചെടിയിലുണ്ടാകുന്ന സ്ട്രെസ്സ്, അതായത് പുതിയതായിട്ട് കൊണ്ടുവരുന്ന ചെടി വെക്കുമ്പോഴുള്ള സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. അടുത്തത് ഈ ഒരു കീടത്തെ നമ്മൾ ചെടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെടികളെ അട്രാക്റ്റ് ചെയ്യുന്നത് ആ ചെടിക്ക് ഒരു പ്രത്യേകതമായ സ്മെല്ല്, ആ ചെടി ഒരു പ്രത്യേകതമായ സ്മെല്ല് പുറപ്പെടുവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്മെല്ലിനെ വ്യത്യാസപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു കീടത്തെ ഈ ചെടി ആക്രമിക്കുന്നില്ല. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ കീടങ്ങൾക്ക് ഒരു ചെടി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ചെടിയിൽ നിന്നൊരു പ്രത്യേക സ്മെല്ല് നമുക്കും അനുഭവപ്പെടില്ല, പക്ഷേ കീടങ്ങൾക്കറിയാം. ആ സന്ദേശങ്ങളാണത്. അത് ആ സന്ദേശങ്ങളെ മാറ്റി കീടങ്ങളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു രീതി മാറ്റിക്കൊടുക്കുവാനായിട്ട് മാറ്റിക്കൊടുക്കുന്നു SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ട്. അതോടൊപ്പം തന്നെ ഈ നല്ല വെള്ളക്കെട്ടുള്ള സന്ദർഭങ്ങളിൽ, വെള്ളക്കെട്ടുള്ള മണ്ണിൽ നിന്ന് ശരിക്കും വേരുകൾ അഴുകിപ്പോകുന്നു. അതുകൊണ്ട് ചെടിക്ക് പലതരത്തിലുള്ള ഫംഗസ്, ബാക്ടീരിയ എല്ലാം ഈ വെള്ളത്തിൽ കൂടി ചെടിക്ക് വരും. അതും ഒഴിവാക്കാനായിട്ട് നമ്മൾ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ച മരങ്ങൾക്കല്ലെങ്കിൽ നമ്മുടെ തെങ്ങിനെ കുറിച്ച് പറയുകയാണ്. തെങ്ങിന് അതായത് വെള്ളക്കെട്ടുള്ളിടത്തു നിന്ന് നമ്മൾ ചെടിക്ക് ഉണ്ടാകുന്ന വിഷബാധകൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. പിന്നെ
ഈ പെട്ടെന്നുള്ള കാലാവസ്ഥ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ ശക്തമായ വേനലിൽ, അല്ലെങ്കിൽ ശക്തമായ പിന്നെ ചെടിക്ക് പെട്ടെന്ന് അതിരൂക്ഷമായി പ്രതികരിക്കാനുള്ള ആ ഒരു കഴിവ് കുറയുന്നു. അല്ലെങ്കിൽ ചില ചെടിയിൽ ഇപ്പോൾ ഒരു നല്ല ശക്തമായ ഒരു വെയിൽ വന്ന് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അത് അങ്ങനെ പെട്ടെന്ന് ഉണങ്ങിപ്പോകാതെ പതുക്കെ അതിനെ ചെറുത്ത് നിൽക്കാനായിട്ടുള്ള ഒരു കഴിവ് ചെടിക്ക്. ഞാനിതെല്ലാം പറയുന്നത് 40 മരുന്നുകളുടെ 40 ഗുണങ്ങളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ മണ്ണും വേരും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്, അത് ശക്തമാക്കാനായിട്ടുള്ള ഒരു മരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊടുത്താൽ ആ മുരടിപ്പ് മാറി പെട്ടെന്ന് വളർച്ച കിട്ടും. അതോടൊപ്പം തന്നെ പിന്നെ ഒരു ദീർഘകാല വളർച്ചയ്ക്ക് ആവശ്യമായ ഘടനാശക്തി വർദ്ധിപ്പിക്കുന്നു. പിന്നെ നമ്മൾ ചെടിയുടെ ആദ്യകാല അതിൽ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വേരുകൾ. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലുള്ള നമ്മൾ നടുമ്പോൾ ഉള്ള പെട്ടെന്നുള്ള വേരുകളെ വികസിപ്പിച്ച് ശക്തമായ വേരുകൾ വരാനായിട്ട് നമ്മുടെ SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ണിനകത്ത് പലതരത്തിലുള്ള കീടങ്ങളുണ്ട്. കീടങ്ങൾ വന്നിട്ട് ഈ മണ്ണിൽ കൂടി ഇപ്പം പറയുവാണെങ്കിൽ ചിതലുണ്ട്, അതോടൊപ്പം തന്നെ വേരുപുഴുക്കളുണ്ട്, പലതരത്തിലുള്ള ഉറുമ്പുകളുണ്ട്. അങ്ങനെയുള്ള കീടങ്ങളുടെ മൂലമുള്ള അസ്വസ്ഥത ചെടികളിൽ കുറയ്ക്കുവാനായിട്ട് SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധ്യമാണ്. അതോടൊപ്പം തന്നെ ചെടികളിലെ മെറ്റാബോളിക് പ്രവർത്തനം ശക്തമാക്കാനായിട്ട് SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം, ഏത് സ്ഥലത്തും നല്ല രീതിയിൽ ഈർപ്പമുണ്ടെങ്കിൽ അവിടെ ഫംഗസ് വളരും, ഇല്ലേ? ഫംഗസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈർപ്പം കൂടിയ കാലാവസ്ഥയിൽ ഫംഗസ് ശല്യം സഹിക്കാനായിട്ടുള്ള ശക്തി ചെടികൾക്ക് കൊടുക്കുന്നുണ്ട് ഈ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അധിക ഈർപ്പം, വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ, ഇതുപോലെയുള്ള അവസ്ഥകളിലെല്ലാം ചെടിക്കുള്ള സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധ്യമാവുന്നു. അതോടൊപ്പം തന്നെ നല്ല ഈ ചൂടോ അതല്ല കുറവ് അനുഭവപ്പെടുന്നപ്പോൾ അങ്ങനെ വരുന്ന അവസ്ഥയിൽ ആ പോഷണങ്ങളുടെ കുറവ് ക്രമീകരിക്കുവാനായിട്ട് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ച ചെടികൾക്ക് സാധ്യമാവുന്നു. അതോടൊപ്പം തന്നെ ചെടികളിൽ മണ്ണിലെ അമിത സൂക്ഷ്മജീവി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് നമുക്കിത് ചെയ്യുന്നതുകൊണ്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ദീർഘകാലത്തെ സമ്മർദ്ദം മൂലമുള്ള ഊർജ്ജക്ഷീണം കുറയ്ക്കുവാനായിട്ട് SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ചെടികൾ പൂക്കാനായിട്ട്, പൂക്കൾ കായാകാനായിട്ടുള്ള അതുപോലെ ഉള്ള പോഷണ വിനിമയം ഈ SPC ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നത് കൊണ്ട് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പുള്ള സ്ഥലത്തുള്ള ചെടികൾക്ക് പെട്ടെന്നൊരു ഉപ്പ് വലിച്ചെടുത്ത് ചെടി നശിച്ചു പോകും. പക്ഷേ അത് ഉപ്പിനെ വലിച്ചെടുക്കാതെ പോഷണങ്ങളെ മാത്രം വലിച്ചെടുത്ത് ആ ചെടിക്ക് വരുന്ന സമ്മർദ്ദത്തെ കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നു. പിന്നെ നമുക്കറിയാം, pH ബാലൻസ് അല്ലാത്ത ഒരു മണ്ണിൽ എന്തുകൊണ്ട് കൊടുത്താലും വിളവെടുക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന pH ബാലൻസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം pH അസന്തുലിതാവസ്ഥ മൂലമുള്ള വളർച്ചാ തടസ്സം കുറയ്ക്കാനായിട്ട് SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നു. അതോടൊപ്പം തന്നെ ചെടികളിലേക്കുള്ള ആന്തരിക പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. ചെടിയുടെ സ്വാഭാവിക പ്രതിരോധ രക്ഷാ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ വേരുകളുടെ വികസനവും ഊർജ കൈമാറ്റവും ശക്തമാക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ക്ഷീണിച്ച ഉപയോഗം കൂടിയ മണ്ണിനെ വീണ്ടും ജീവിപ്പിക്കുന്നു. അതായത് മണ്ണിൽ നിന്ന് പോഷണമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ മണ്ണിനെയും കൂടി ആ മണ്ണിലെ പോഷണം ചെയ്ത് ചെടികൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു. പലപ്പോഴും നമുക്കറിയാം, ചെടികളിൽ നമ്മൾ വെട്ടുമ്പോഴും കുത്തുമ്പോഴും ഒക്കെ പലതരത്തിലുള്ള പരിക്കുകൾ വരുന്നുണ്ട്, അല്ലേ? ചെടികളുടെ വേരുകൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥ. അപ്പം ഇതുപോലെ ചെടികളുടെ വേരുകൾക്ക് പരിക്ക് പറ്റിയ ശേഷം വേഗത്തിൽ വീണ്ടെടുത്ത് ആ മുറിവിനെ ഉണക്കാനായിട്ട് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. അപ്പം ഈ ചെറിയ ചെറിയ കീടങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെടികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് തടയാനായിട്ട്
തടയുന്നുണ്ട് ഈ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇത്രയും പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഈ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്നത്. ഇത് വേറെ എന്ത് ചെയ്താലും പറ്റാത്തതെല്ലാം ഈ ഒരൊറ്റ കാര്യം ചെയ്യുന്നത് കൊണ്ട് സാധിക്കുന്നു. ഇനിയുമുണ്ട്. മണ്ണിനടിയിലെ കീടശല്യം മൂലമുള്ള ചെടിയുടെ അസ്ഥിരത കുറയ്ക്കുന്നു. അതോടൊപ്പം തന്നെ എൻസൈം പ്രവർത്തനം വളർച്ചനിയന്ത്രണം മെച്ചപ്പെടുത്തുന്നു. ഘടനാ വളർച്ചയെ അസമത്വം കുറയ്ക്കുന്നു. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവിലുള്ള മാറ്റങ്ങൾക്ക് ചെടി അതിരൂക്ഷമായി പ്രതികരിക്കുന്നത് കുറയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ദീർഘകാല സമ്മർദ്ദം മൂലമുള്ള ആഴത്തിലുള്ള ക്ഷീണം കുറയ്ക്കുന്നു. പിന്നെ നമുക്കറിയാം ബോറോണിൻ്റെ ഡെഫിഷ്യൻസി ഒരു പരിധി വരെ അത് തന്നെ കുറയ്ക്കാൻ. ബോറോണിൻ്റെ ഡെഫിഷ്യൻസി കുറഞ്ഞിട്ട് നമുക്ക് പൂക്കളെല്ലാം പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഇതെല്ലാം ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ പൂക്കളും പരാഗണവും കാപിടിക്കലും ഇവ സ്ഥിരതയോടെ നടക്കാനായിട്ട് ഈ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഈ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു 40 കാര്യങ്ങൾ. ഈ 40 കാര്യങ്ങൾ 40 മെഡിസിൻസിൻ്റെ കോമ്പൗണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ 40 മെഡിസിൻ്റെ കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ചെടിയിൽ വരുന്ന നിങ്ങളിപ്പം ഏത് കീടമാണെന്നോ അല്ലെങ്കിൽ ഏത് രോഗമാണെന്നോ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ചെടിയുടെ ഇപ്പം നമ്മൾ പറയുന്ന ഒരു തെങ്ങിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ കാര്യം മാത്രം ചെയ്തു കൊടുത്താൽ മതി. അതിനുള്ള പരിഹാരമാണ്. അതാണ് SPC ഹോമിയോ അഗ്രോ കെയർ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ആണ്. അപ്പോൾ തെങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ തെങ്ങുകൾക്ക് നമുക്കറിയാം പ്രധാനമായിട്ട് 2 തരം തെങ്ങുകൾ. 2 തരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 2 തരമല്ല, 2 വലിപ്പം. ഒന്ന് നമുക്ക് ആ കൂമ്പ് അഥവാ കുരുത്തോലക്ക് നമുക്ക് റീച്ചബിൾ ആയിട്ടുള്ള പ്ലാന്റ്. രണ്ടാമത് വലിയ പ്ലാന്റ്. അങ്ങനത്തെ 2 തരം പ്ലാന്റുകൾക്കും ഉപയോഗിക്കേണ്ട രീതി 2 തരമാണ്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു കൂമ്പിൽ നമുക്ക് എത്തത്തക്ക പൊക്കത്തിലുള്ള തെങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന രീതി. അതിന് നമുക്ക് 2 ഗ്രാം അഥവാ 100 ഗുളിക 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ കുരുത്തോല കൂമ്പിൽ മിസ്റ്റ് രൂപത്തിൽ, അതായത് പുക പോലെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആ കുരുത്തോല കൂമ്പിൽ മാത്രം. ബാക്കി നമുക്കിപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു 2 ലിറ്റർ വേണ്ടി വരും. 2 ലിറ്ററിൽ ഒരു 1/2 ലിറ്റർ ആ കുരുത്തോലയിൽ ജസ്റ്റ് സ്പ്രേ ചെയ്തെടുക്കുക. 1.5 ലിറ്റർ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ മാത്രം ചെയ്യുക. 2.5 മാസത്തിന് ശേഷം അത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് വലിയ തെങ്ങുകൾക്ക് നമ്മൾ കൊടുക്കാനുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തെങ്ങിന് ഒരു വർഷത്തേക്ക് വെറും 17 ഗ്രാമാണ് വേണ്ടത്. 17 ഗ്രാമിൽ 15 ഗ്രാം ആദ്യഘട്ടത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ ചോട്ടിൽ നമുക്കറിയാം വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെങ്ങിൻ്റെ ഏറ്റവും തടിയോട് ചേർന്ന വേരല്ല, കുറച്ച് നമുക്ക് വളവും വെള്ളം എടുക്കുന്ന വേരുകളുണ്ട്. ആ വേരിനോട് ചേർന്ന് വേര് കാണത്തക്ക രീതിയിൽ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 2 ഗ്രാം അഥവാ 100 ഗുളികകൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതുകൊണ്ട് 3 തെങ്ങുകൾക്ക് ഉപയോഗിക്കാം. അതായത് ഏതാണ്ട് ഒരു 330 ml ഈ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 1 ലിറ്റർ വെള്ളത്തിൽ 100 ഗുളിക അഥവാ 2 ഗ്രാം കലക്കിയതിൽ നിന്ന് 1/3 ഭാഗം എടുത്തിട്ട് ഒരു നല്ല പ്ലാസ്റ്റിക് കവറിൽ ഒഴിക്കുക. അതിനുശേഷം തെങ്ങിൻ്റെ ഒരു പെൻസിൽ വണ്ണമുള്ള വേര്, അത് 1.5-2 അടി മാറി നമ്മൾ നോക്കുമ്പോൾ കാണാം ഒരു റെഡ് കളർ. അതിനെ ചരിച്ച് നമ്മൾ മുറിക്കണം. ഏതാണ്ട് ഒരു 45 ഡിഗ്രി ചരിച്ച് മുറിക്കുക. ഈ സൊല്യൂഷൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മളെടുത്ത 330 ml സൊല്യൂഷനിലേക്ക് നല്ല രീതിയിൽ മുങ്ങത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തിട്ട് കെട്ടിക്കൊടുക്കുക. പെട്ടെന്ന് മണ്ണിടരുത്, ചെറിയ രീതിയിൽ മണ്ണിട്ട് മൂടുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 4 മാസം കഴിഞ്ഞ് മതി. പിന്നെ വീണ്ടും 8 മാസം കഴിഞ്ഞ്, അതായത് ആക്ച്വലി ഒരു വർഷത്തിൽ 3 തവണ മാത്രം വേരിൽ വെച്ച് കൊടുക്കുകയും ഏതാണ്ട് 1 തവണ മാത്രം മണ്ണിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ മണ്ണിലൊഴിച്ചു കൊടുക്കുന്ന രീതി 2-3 കർഷകൻ്റെ കയ്യിലെ പൈസയും അതുപോലെ ഇതും വെച്ച് നമുക്ക് വേണേൽ ചെയ്ത് കൊടുക്കാം. വളരെ ഏതാണ്ട് ഒരു തെങ്ങിന് ഒരു 60 രൂപ ഒരു വർഷത്തേക്ക് മാക്സിമം വരത്തുള്ളൂ ഒരു ചിലവ്.
വലിയ തെങ്ങുകൾക്ക്. എന്നാൽ ചെറിയ തെങ്ങുകൾക്ക് ഒരു 30 രൂപയെ വരുന്നുള്ളൂ ഒരു വർഷത്തേക്ക് ചിലവ്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നു. ഇത്രയും രോഗങ്ങളും കീടങ്ങളും ഇല്ലാതെ നമുക്ക് പഴയതുപോലെ തെങ്ങുകളെ കൃഷി മെച്ചപ്പെടുത്താനും നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനും സാധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തെങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ചോദിച്ചോളൂ. ഇവിടെ ഏകദേശം ഒരു 200 തെങ്ങോളം നമ്മളുടെ ഇതിലുണ്ട്. അപ്പൊ അതിലെന്ത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങക്ക് വെള്ളമൊക്കെ ശരിക്കും പിടിക്കുന്നില്ല. വെള്ളമൊക്കെ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്നു. അത് ഈ പറഞ്ഞ തേങ്ങ വലിപ്പം വെക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് തെങ്ങിന് കണ്ടുവരുന്നത്. തെങ്ങിൽ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ 2-3 കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മണ്ടരി പ്രശ്നമാകാം. രണ്ടാമത്തെ പ്രശ്നം തെങ്ങുകളിൽ ശരിയായിട്ടുള്ള രീതിയിൽ മൂലകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ 17 മൂലകമാണ് വേണ്ടത്. ഈ 17 മൂലകങ്ങളും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പൊട്ടാസ്യമൊക്കെ നല്ല രീതിയിൽ വേണം. അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി വന്നാൽ ഇതുപോലെ പറയാം. ബോറോണിൻ്റെ ഡെഫിഷ്യൻസി വന്നാൽ അറിയാം. അപ്പം നിങ്ങൾ pH ബാലൻസ് ചെയ്യുക, ആവശ്യത്തിനുള്ള നിങ്ങൾ വളങ്ങൾ കൊടുക്കുക, ജലസേചനം നടത്തുക. ഇതിനുശേഷം ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുക. ഞാൻ പറഞ്ഞു ഈ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിനല്ല, നിങ്ങളുടെ തെങ്ങിനുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം തേങ്ങയിൽ കാണാൻ പറ്റും. പൊഴിച്ചില്ലാതെ വരുന്നു. അങ്ങനെയാണ്. നനയൊക്കെ കാര്യമായിട്ട് നനക്കുന്നുണ്ട്. അങ്ങനെ ആഴ്ചയിൽ ശരിക്കും മുക്കി നനക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോറോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, മഗ്നീഷ്യം കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ക്ലിയർ ആവുന്നില്ല. ബോറോണും മഗ്നീഷ്യവും അല്ലാതെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതുപോലെ മണ്ണിന്റെ pH ഏറ്റവും പ്രധാനം അതാ. pH ബാലൻസ് ചെയ്തില്ലേ നിങ്ങൾ ഇടുന്ന ഒരു വളത്തെയും ചെടി എടുക്കില്ല. ടെസ്റ്റ് ചെയ്തായിരുന്നോ pH? pH ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്രയുണ്ട്? pH 4.7 അങ്ങനെ എന്തോ പറഞ്ഞു. വേറെ ഒന്നുമല്ല പ്രശ്നം, അവിടെ കിടക്കണം. 4.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫംഗസ്, ബാക്ടീരിയ, വൈറസ് അതുങ്ങൾക്ക് വളരാനുള്ള pH ആണ്. അത് അവിടെ അവർ വളരും, അല്ലാതെ നമ്മുടെ തെങ്ങ് വളരില്ല. തെങ്ങ് വളരാൻ 7 വേണം pH. ഓക്കെ, അപ്പോൾ pH ബൂസ്റ്റർ ഇട്ട് കൊടുക്കൂ. ഉള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോ പൊട്ടാഷും ഈ ബോറോണും അതുപോലെ അയറും അങ്ങനെ പല ഐറ്റംസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അയർ നമ്മൾ പ്രത്യേകിച്ച് ഇടുന്നത് നമ്മുടെ വാഴയ്ക്ക, മറ്റേ കോക്കനട്ട് സ്പെഷ്യലാണ് കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ തന്നെ. നമ്മൾ രാസത്തിൽ ചെയ്യുവാണെങ്കിൽ അങ്ങനെ, പക്ഷേ ജൈവത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ സീവീഡ് ജെല്ല്, നമ്മുടെ തന്നെ പ്രോഡക്റ്റ് ഉണ്ട്, ബയോ ഗ്രോത്ത്, ഇവ ഇട്ട് കൊടുക്കണം. അപ്പോൾ അസിഡിക് ആയിട്ടുള്ള മണ്ണിനെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് pH ബൂസ്റ്റർ നല്ല രീതിയിൽ ഇട്ട് ആ pH ബാലൻസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ വളം ഇട്ടിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ വളം അവിടെ തന്നെ കിടക്കും, ചെടി എടുക്കൂല. ജൈവവളം ആയിട്ട് ചാണകവും അതുപോലെ തന്നെ മറ്റേ കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം മാറി നമ്മൾ ഒരു വർഷത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചാണകത്തിന്റെ പ്രശ്നം. ചാണകം നിങ്ങൾ ഇടുമ്പോൾ അതിനകത്ത് മുഴുവനും കൊമ്പൻ ചെല്ലിയുടെ മുട്ടകൾ ഉണ്ടാവും. അത് വിരിയുന്നതേ അടിയിൽ കൂടി അത് കയറി തെങ്ങിനെ നശിപ്പിക്കും. അതുകൊണ്ട് ചാണകം നിങ്ങൾ ഇടുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ട്രൈക്കോകെയർ സമ്പുഷ്ടീകരിച്ചിടുക, അതല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് മിക്സ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. വർഷത്തിൽ 2 പ്രാവശ്യം ഇടാറുണ്ട്. അങ്ങനെയല്ല, ഈ ചാണകത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ചാണകത്തിലാണ് ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൻ്റെ അകത്ത് പുഴുക്കളെ കാണാം, വലിയ കറുത്ത കുണ്ടളപ്പുഴുക്കൾ എന്നൊക്കെ ചിലർ പറയും. എന്തായാലും ചാണകത്തിൽ അത് കാണും. അത് ചെമ്പൻ ചെല്ലിയുടെ അല്ല, കൊമ്പൻ ചെല്ലിയുടെ. ചെമ്പൻ ചെല്ലി ചാണകം ഇട്ടിട്ട് ഇതുപോലത്തെ പുഴുക്കള് അധികമില്ല, വല്ല 1-2 ഒക്കെ ഉണ്ടാകുന്നത് അത് നമ്മൾ കളയുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ കാണാൻ കിട്ടാ ചാണകത്തിന്റെ അകത്ത് എന്തായാലും ഇത് കാണും. നിങ്ങളുടെ കണ്ണിപ്പെടാതെ അകത്തൊക്കെ ഉണ്ടാവും. അതാണ് ആദ്യം തന്നെ. നിങ്ങളുടെയൊക്കെ ചെല്ലിയുടെ ശൈല്യം ഇല്ലേ? അപ്പോൾ ഭയങ്കര രൂക്ഷമായ മരുന്നാണ്, അതുകൊണ്ടാണ് അതവിടെ വരാത്തത്. ചെല്ലിയുടെ ഉപദ്രവം
പിന്നെ നമ്മൾ മണ്ണിൽ ഉള്ള വളത്തെ എടുക്കാനായിട്ടുള്ള ശക്തി, നല്ല ശക്തമായ വേരുകൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ചെടികൾക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. മണ്ണിലുള്ള വളത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ pH കുറവാണെങ്കിൽ ചെടി എടുക്കൂല. അപ്പോൾ pH കുറഞ്ഞ മണ്ണിലെ പോലും വളത്തെ എടുക്കാനായിട്ട് ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ച തെങ്ങിലെ വേരുകൾക്ക് സാധിക്കുന്നു. മനസ്സിലായോ? ശരി. എന്തായാലും പറഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനിവിടെ ഞങ്ങൾക്കിവിടെ കോക്കനട്ട് ഫാർമേഴ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞവരുണ്ട്, നാളികേര ഉൽപാദന സംഘം. അപ്പോൾ അതുവഴി ഞങ്ങളിപ്പോ പുതിയതായിട്ട് തെങ്ങിൻ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 10-200 അത് ഈ വെച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് തന്നെ ഈ ഹോമിയോ കൊടുത്ത് വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഒന്നും കാണൂല. എത്രയോ പേരാണ്, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു തെങ്ങിൽ ഈ ചെമ്പൻ ചെല്ലി കയറി മുട്ടയിടുന്ന 300 മുതൽ 400 മുട്ട. ആ മുട്ടകൾ ഈ അവിടെ തന്നെ പുഴുക്കളായി വന്ന് അവിടെ മുഴുവനും തിന്ന് നശിപ്പിച്ച് ആ തെങ്ങ് മറിയുന്ന സന്ദർഭത്തിൽ ഈ പുഴുക്കളെല്ലാം മെച്യൂറായിട്ട് ശരിക്കുള്ള ചെമ്പൻ ചെല്ലിയായി മാറും. അപ്പോൾ ആ ചെല്ലികൾ ഞാൻ പറഞ്ഞ പോലെ അത്രയും എണ്ണമുണ്ട്, ആ പ്രദേശത്തെ കംപ്ലീറ്റ് തെങ്ങുകളിലേക്ക് കയറി ചെന്ന് നശിപ്പിക്കും. എന്നാൽ ഹോമിയോ അഗ്രോ കെയർ കൊടുത്തതിനെ മാത്രം നശിപ്പിക്കില്ല. അത് വളരെ സ്പഷ്ടമായിട്ട് അനുഭവത്തിൽ നിന്ന് പറയുന്നത്. അപ്പം ഇത് വരാതിരിക്കാനാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരെണ്ണത്തിൽ വന്നാൽ മതി, എല്ലാത്തിനെയും നശിപ്പിക്കാൻ ഒരൊറ്റ ചെമ്പൻ ചെല്ലി മാത്രം മനസ്സ് വെച്ചാൽ മതി. ഓക്കെ, SPCയുടെ അഗ്രോ കെയർ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. പരിഹാരം തന്നെയാണ് SPC ഹോമിയോ അഗ്രോ കെയർ. മഞ്ഞളിപ്പ് ഒരു രോഗമുണ്ട്, അതുപോലെ മഹാളി വന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നൈട്രജൻ്റെ ഡെഫിഷ്യൻസി, അടിയിലത്തെ ഇലകൾ മഞ്ഞളിക്കുന്ന മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി. അപ്പോൾ അത് കാണണം, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? വൈറസ് കൊണ്ടാണോ, അതോടൊപ്പം തന്നെ ഡെഫിഷ്യൻസി കൊണ്ടാണോ, അതോടൊപ്പം തന്നെ മഞ്ഞളിപ്പ് രോഗമാണോ? അത് നമ്മൾ കണ്ട്, ഞാൻ ഓരോന്നിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞില്ലേ, പലതരത്തിലുള്ള മഞ്ഞളിപ്പെന്നൊരു പേര് വന്നെങ്കിലും അടിഭാഗത്തെ ഇലകൾ മാത്രം മഞ്ഞളിക്കുന്നുണ്ട് നൈട്രജൻ്റെ, അല്ലെങ്കിൽ മുകളിൽ ഭാഗത്തെ വെയിലേൽക്കുന്നിടത്തെ മാത്രം മഞ്ഞളിക്കുന്നുണ്ട്, അത് മഗ്നീഷ്യത്തിൻ്റെ. അതോടൊപ്പം തന്നെ മഞ്ഞളിപ്പ് രോഗമുണ്ട്, അതൊരു വൈറസ് രോഗം. അതുപോലെ ഈ ഓരോ ഇതും നമ്മൾ കാണുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓരോ വ്യത്യാസങ്ങൾ, മഞ്ഞളിപ്പിൻ്റെ തന്നെ വ്യത്യാസങ്ങൾ. അപ്പം നിങ്ങളത് ഒബ്സർവ് ചെയ്യുക, ഏത് തരം മഞ്ഞളിപ്പാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്കതനുസരിച്ച്, പിന്നെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുക മൂലം ഏത് പ്രശ്നമാണെങ്കിലും പരിഹാരമാണ്. ചോദിച്ചോളൂ. ഇപ്പം മാഡം ചെല്ലി പെട്ടെന്ന് വ്യാപിച്ച ഒരെണ്ണത്തേക്ക് കംപ്ലീറ്റ് പോകുമെന്ന് പറഞ്ഞല്ലോ. എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഷെയർ ചെയ്യുവാണ്. 4 ഏക്കറുള്ള ഒരു അടിപൊളി നല്ലൊരു തെങ്ങും തോപ്പായിരുന്നു. മുൻകൈനം തെങ്ങ് പോയി എന്നുള്ളത്, കാരണം തെങ്ങ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. എന്തായാലും പൊത നീക്കാൻ പറഞ്ഞു. കംപ്ലീറ്റ് തെങ്ങിന്റെ പൊത നീക്കി കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് അടിയിൽ കൂടെ കൊമ്പഞ്ചലി കയറി ആ 4 ഏക്കർ കംപ്ലീറ്റ് തന്നെ വെട്ടിക്കളയേണ്ടി വന്നു. തീയിട്ടിട്ടൊന്നും ഇത് ചത്തില്ല. അങ്ങനെ അവരെ ഏറിയ മുഴുവൻ നശിച്ചു പോയി മാം. അത് ഈ പൊതയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതിന്റെ ഉള്ളിൽ കൂടെ മാം പറഞ്ഞതുപോലെ തുളച്ച് ഉള്ളിൽ കയറി. അപ്പൊ നമ്മൾ ചെന്നതിന് ശേഷമാണ് എല്ലാം അവര് കാണുന്നത്. അന്നത്തേക്ക് സമയം കഴിഞ്ഞു പോയി. വെട്ടിയതൊക്കെ ഇങ്ങനെ ചോറായിട്ട് പുറത്തേക്ക് ചാടുവാണ് ചെയ്യുന്നത്. അയാൾ ആ ഒരു വലിയ വടിയെടുത്തിട്ട് കുത്തിച്ചാടിച്ചപ്പോ കംപ്ലീറ്റ്. ഞാൻ അന്ന് കമ്പനിക്കൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ആ തോട്ടം കംപ്ലീറ്റ് പോയി. അവരുടെ വലിയൊരു അനുഭവമായിരുന്നു അത്. പൊതയിട്ട് വെച്ച്, അതായത് 400 മുട്ട വരെ ഇടും. അതാണ് അതിലെ പ്രശ്നം. ഒരെണ്ണം, ആ ഒരെണ്ണം ആണ് ഈ ഇത്രയും സാധനങ്ങൾ, ഒരു തോട്ടം മുഴുവൻ നശിപ്പിക്കുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തെങ്ങുകളെ മുഴുവൻ നശിപ്പിക്കാൻ തന്നെയാണ് ഇതുങ്ങൾ, ഇത്രയും ചെറിയ ഒരു ജീവി വന്നിരിക്കുന്നത്. വേറെ ഒന്നും ഇത്രയും പ്രശ്നമില്ല. വേറെ ഒരു രോഗമാണേലും, വേറെ ഇപ്പോൾ കാറ്റുവീഴ്ച എന്നൊക്കെ വന്നാലും അതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. ഈ ചെമ്പൻ ചെല്ലീനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പം ഇനി ഇതുമായിട്ട്
അത് നമുക്ക് തെങ്ങിന് നമുക്കറിയാം 2 തരം വേരുകൾ എന്ന് പറയാം. അതായത് കുറച്ച് അകന്ന് ഈ വെള്ളവും വളവും എടുക്കുന്ന വേരുകളുണ്ട്. ആ വേരുകൾ പറ്റുമെങ്കിൽ ഒന്ന് തെളിച്ചിട്ട് ഒന്ന് ആ മണ്ണ് മുയൽ മണ്ണൊന്ന് മാറ്റിയിട്ട് വട്ടത്തിൽ അങ്ങ് ഒഴിച്ചു, കുഴിയൊന്നും കുഴിക്കണ്ട, വട്ടത്തിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ വേര് പൊട്ടുമൊന്നും വേണ്ട കേട്ടോ. വേരിൽ വീഴണമെന്നേ ഉള്ളൂ, വേര് പൊട്ടുകയോ ഒന്നും വേണ്ട. ഒരു തവണ മറ്റേത് നമ്മൾ റൂട്ട് ഫീഡിങ് കൊടുക്കുമ്പോഴത്തേക്കും മാത്രം വേര് മുറിച്ച് ചെയ്യുക. മറ്റേത് വേര് പൊട്ടുകയോ കുഴിക്കുകയോ ഒന്നും വേണ്ട. ഇങ്ങനെ വേരിലിൻ്റെ മുകളിൽ വീഴത്തക്ക രീതിയിൽ വട്ടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ മാം. അപ്പൊ നമ്മുടെ സമയപരിധി ഏകദേശം കഴിഞ്ഞു 9. എന്തായാലും നമ്മുടെ ക്ലാസ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കുട്ടിക്ക് ടീച്ചർ എങ്ങനെയാണോ